ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ 5C മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമ്മുടെ ടെക്സ്റ്റിൽ ലാസ്റ്റ് ചാപ്റ്ററാണ് എൻവയോൺമെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പരിസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ട, അതായത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിയമം നമുക്ക് നൽകുന്ന അവകാശങ്ങൾ, നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, ഇതാണ് പ്രധാനമായും ഇതിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റൈറ്റ് ടു ക്ലീൻ എൻവയോൺമെൻറ്റ് ആൻഡ് പബ്ലിക് സേഫ്റ്റി. അതായത് മലിനമല്ലാത്ത പരിസ്ഥിതി നമുക്ക് ഉണ്ടാകണം. പരിസ്ഥിതി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ അവകാശം. അതുപോലെ തന്നെ പറയുന്നു, നമുക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്ക് നമ്മളെക്കൊണ്ടും അവരെ കൊണ്ട് നമുക്കും പ്രത്യേകിച്ച് ഉപദ്രവമൊന്നുമില്ലാതെ വളരെ ക്ലീനായിട്ടുള്ള ഒരു പരിസ്ഥിതി സാഹചര്യമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. റൈറ്റ് ടു ക്ലീൻ ആൻഡ് ഹെൽത്തി എൻവയോൺമെൻറ്റ് റെഫേഴ്സ് ടു, അണ്ടർലൈൻ ചെയ്യുക കേട്ടോ, ദ ബേസിക് റൈറ്റ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഫോർ ദി എൻവയോൺമെൻറ്റ് വിത്ത് ക്ലീൻ എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് എനർജി ഇസെൻഷ്യൽ ഫോർ ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. മനുഷ്യൻ്റെ നിലനിൽപ്പിനും മനുഷ്യൻ്റെ വികസനത്തിന് വേണ്ടി എന്തൊക്കെയാണ് പറയുന്നത്? വളരെ ക്ലീനായ വായു, അല്ലേ, എയർ, അന്തരീക്ഷം വേണം, ജലം വേണം, ഭൂമി വേണം. അതുപോലെ തന്നെ പിന്നെ എന്താണ് പറയുന്നത്? ഊർജവും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ബാധ്യസ്ഥനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആരും നമുക്ക് കൊണ്ടുവന്ന് തരികയില്ല. പിന്നെ എന്താണ്? നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ സഹജീവികളും അല്ലെ എല്ലാ മനുഷ്യരും കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഏത്? ഈ പറയുന്ന റൈറ്റ് ടു ക്ലീൻ ആൻഡ് ഹെൽത്തി എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കമ്പോണൻസ് ഓർ ഫാക്ടേഴ്സ് ഓഫ് ക്ലീൻ എൻവയോൺമെൻറ്റ്. ഒരു നല്ല ക്ലീൻ എൻവയോൺമെൻറ്റിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് വരുന്നത്? ഫസ്റ്റ് വൺ, ക്ലീൻ എയർ. ഏറ്റവും നല്ല അന്തരീക്ഷത്തിന് വേണ്ടി ആദ്യം ശുദ്ധവായു വേണം. ഞാനത് വായിച്ച് പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ അറിയാവുന്ന കാര്യമില്ല. 2, ശുദ്ധജലം വേണം. 3 പറയുന്നതാണ് വൈൽഡ് ലൈഫ് ആൻഡ് ഹാബിറ്ററ്റ് എന്ന് പറയുന്നു. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്ലീൻ എൻവയോൺമെൻറ്റ് ഈസ് എസെൻഷ്യൽ ടു സേഫ് ഗാർഡ് വൈൽഡ് ലൈഫ് ആൻഡ് ഇറ്റ്സ് ഹാബിറ്ററ്റ്. അതായത് വന്യജീവികൾ, അതിലുള്ള എന്താണ് പറയുന്നത്, ജീവജാലങ്ങൾ, ഇവയുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടി എന്ത് വേണമെന്നാണ് പറയുന്നത്? കൃത്യമായിട്ട് ഏതാ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള സറൗണ്ടിങ്സ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നതാണ് പൊല്യൂഷൻ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. എന്താണ് പൊല്യൂഷൻ പ്രിവെൻഷൻ എന്ന് പറയുന്നത്? മാലിന്യമുക്തമായ ഏരിയാസ് വേണം നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് വേണ്ടതാണ്. ഇക്കോസിസ്റ്റം നിലനിൽക്കണമെങ്കിലും അത് കൃത്യമായിട്ട് വർക്ക് ആവണമെങ്കിലും എന്ത് ചെയ്യണം? നല്ല എൻവയോൺമെൻറ്റ് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഉള്ളതാണ് ഡെവലപ്മെൻറ്റ് ആൻഡ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. സഹകരണവും വികസനവും. അതായത് എല്ലാ ജീവികളും, എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ സ്ഥാപനങ്ങളും എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. യു നോ വെരി വെൽ. ഇപ്പോൾ നമുക്ക് അവസാനമായിട്ട് കാണുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ഓരോ സ്ഥാപനങ്ങൾ ഈ വൃക്ഷത്തൈ, നമ്മൾ ക്ലൗഡിൻ്റെ ഭാഗമായിട്ട് നട്ടതുപോലെ തന്നെ വൃക്ഷത്തൈകൾ നടുന്നത് ഒരു ഹാബിറ്റായിട്ട് എടുത്തേക്കാണ്. അതുപോലെ തന്നെ ഒരു ദിവസമായിട്ട് ക്ലീനിങ്ങിന് വേണ്ടി എടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദർ ഷുഡ് ബി ആൻ ഓപ്പർച്യൂണിറ്റീസ് ടു ഫ്രീ ആക്സസ് ടു എൻവയോൺമെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ് ഡിസമിനേഷൻ ഓഫ് ദി നോളജ് ഓഫ് നേച്ചർ. അതായത് ഇത് പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ പ്രകൃതിയിലെ വിവരങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യുക, എങ്ങനെ സംരക്ഷിക്കപ്പെടാമെന്നുള്ള വിവരങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളൊരു എഡ്യൂക്കേഷൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെടുക്കുന്നത്. പിന്നെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള പാർട്ടിസിപ്പേഷൻ, സസ്റ്റൈനബിലിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് റിവേഴ്സൽ എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് കാലാവസ്ഥാ വ്യതിയാനം, അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും ഇത് നമുക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. പിന്നെ സയൻറ്റിഫിക് റിസർച്ച് ഓർ ഇന്നോവേഷൻ, ഹെൽത്തി ലിവിങ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ റെഫേഴ്സ് ടു ഓൾ ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് കോസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി കോസിങ് വാട്ടർ കണ്ടാമിനേഷൻ, റിലീസ് ഓഫ് ടോക്സിൻസ് ഇൻ ടു സോയിൽ ആൻഡ് എയർ ആൻഡ് എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ് ഇൻ എക്സെട്ര. ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ്റെ അത് പ്രധാനമായിട്ടും പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. വ്യാവസായിക മാലിന്യം അല്ലെങ്കിൽ വ്യവസായ മലിനീകരണം എന്ന് ഉദ്ദേശിക്കുന്നത്
നമ്മൾ നേരത്തെ കണ്ടതാണ്, ജലത്തിലേക്കും മണ്ണിലേക്കും പിന്നെ അന്തരീക്ഷത്തിലേക്കും പുറന്തള്ളപ്പെടുന്ന പ്രകൃതിക്ക് ഹാനികരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്തെന്ന് വിളിക്കാൻ സാധിക്കും? ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുന്ന അൺപ്ലാൻഡ് ഇൻഡസ്ട്രി ഗ്രോത്ത്, ലാക്ക് ഓഫ് എഫക്റ്റീവ് പോളിസീസ്, യൂസിങ് ഓൾഡ് ആൻഡ് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്, ഇംപ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് എക്സെട്ര. ജസ്റ്റ് ഈ പോയിന്റ് മാത്രം പഠിക്കുക. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രി പൊല്യൂഷൻ കൊണ്ടുള്ള എഫക്ട്സ് എന്തെല്ലാമാണ്? ഒന്ന്, വാട്ടർ പൊല്യൂഷൻ. രണ്ടാമത് പറയുന്നതാണ് സോയിൽ പൊല്യൂഷൻ. പിന്നെയുള്ള എയർ പൊല്യൂഷൻ. നെക്സ്റ്റ്, ഗ്ലോബൽ വാർമിങ്, നാച്ചുറൽ റിസോഴ്സസ് യൂസ്. അപ്പോൾ ഇതെല്ലാം ഓരോ ചാപ്റ്ററായിട്ട് നേരത്തെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഗ്ലോബൽ വാർമിങ് മാത്രം നോക്കുക. സെക്കൻഡ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. സെക്കൻഡ് ലൈനിൻ്റെ എൻഡിങ് അവസാനത്തെ വാക്ക്, ഇൻഡസ്ട്രീസ് റിലീസ് into atmosphere a variety of greenhouse gases including carbon dioxide CO2 and methane CH4. These gases absorb thermal radiation from the sun, thereby increasing the general temperature of the earth, leading to global warming. ആഗോള താപനം എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഗ്യാസുകൾ ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ് CO2 എന്ന് പറയുന്നതും CH4 എന്ന് പറയുന്ന മീഥെയിൻ. ഈ പറയുന്ന ഗ്യാസ് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? സൂര്യനിൽ നിന്ന് തെർമൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഓവറോളായിട്ടുള്ള അന്തരീക്ഷത്തിലെ താപം, ജനറൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കൂടുന്നതിനായിട്ടാണ് കാരണമാകുന്നത്. ഓക്കെ. അടുത്ത, പ്രിവെൻഷൻ ഓർ കൺട്രോൾ ഓഫ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. ഒന്ന്, കൺട്രോൾ അറ്റ് സോഴ്സ്. എങ്ങനെയാണ്? സ്യൂട്ടബിൾ ഓൾട്ടറേഷൻസ് ഇൻ ദ ചോയ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് പ്രോസസ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസസ് ബിഫോർ ബീങ് ഫൈനലി ഡിസ്ചാർജ്ഡ്. കൺട്രോൾ സോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഇങ്ങനെ സൂര്യനിൽ നിന്ന് എടുക്കുന്ന താപത്തിൻ്റെ പവർ കുറയ്ക്കാമെന്നല്ല, അതിനുള്ള വഴി ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഈ കൺട്രോൾ സോഴ്സ് എന്ന് പറയുന്നത്. രണ്ട്, സെലക്ഷൻ ഓഫ് ഇൻഡസ്ട്രി സൈറ്റ്. അതായത് നമ്മൾ വ്യാവസായിക മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെതായ പ്രത്യേകതകൾ. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. The industrial waste should be subjected to proper treatment before being discharged. അതായത് വ്യാവസായികപരമായിട്ടുള്ള വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, പിന്നെ പ്ലാന്റേഷൻ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, സ്ട്രിക്റ്റ് ഗവൺമെൻറ് ആക്ഷൻ, കൃത്യമായിട്ടുള്ള ഗവൺമെൻറ് നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. അസസ്മെൻറ്റ് ഓഫ് ദി എൻവയോൺമെൻറ്റ് ഇമ്പാക്ട്സ്, സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്. അടുത്ത, ഇഷ്യൂസ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ. Waste disposal may be defined as the getting rid of and destroying or storing used, damaged or other unwanted industrial, agricultural or domestic products and substances. അതായത് നമുക്ക് ദോഷമാകുന്നതോ ഹാനികരമാകുന്നതോ ഉപയോഗശൂന്യമായതോ ഉപയോഗിക്കാതിരിക്കുന്നതാണ് എന്താണ് പ്രോഡക്ട്സുകൾ ഇങ്ങനെ സേവ് ചെയ്യുന്നതിലൂടെ. അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ആവശ്യം ഇല്ലാത്ത ഈ വേസ്റ്റ്, വെഡ് വേസ്റ്റ്, ഇതൊക്കെ ഇതിൻ്റെ കാറ്റഗറി വരുന്നതാണ്. പിന്നെ പറയുന്നത് വേസ്റ്റ് ഡിസ്പോസൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് വേസ്റ്റ് ഡിസ്പോസൽ പ്രോബ്ലംസ്? ഒന്ന്, പ്രൊഡക്ഷൻ ഓഫ് ടു മച്ച് വേസ്റ്റ്. അതായത് കൃത്യമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾ സ്ഥാപനങ്ങളില്ലാത്തത് കൊണ്ട് കൂടുതൽ വേസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്ത് വരുന്നു. അത് എന്ത് ചെയ്യുന്ന ഡംപ് ചെയ്യുമ്പോഴാണ് ഈ പ്രധാനമായിട്ടുള്ള ഇഷ്യൂ വരുന്നത്. പിന്നെ മോസ്റ്റ് ഓഫ് ദ വേസ്റ്റ് ഇസ് ടോക്സിക്. അതായത് ഏറ്റവും കൂടുതൽ വേസ്റ്റുകളെന്ന് പറയുന്നത് അത് എന്താണ് ഉപയോഗിക്കാത്ത സാധനങ്ങൾ, അത് ഇതിൽ നിന്ന് റേഡിയേഷൻ അങ്ങനെയുള്ള ഗ്യാസ് എമിറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെയുള്ളതാണ് പ്രോബ്ലംസ് generated through landfills, regulation based on waste industry, reliance on outdated technologies, not new technologies. ഓക്കെ. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു സംക്ഷിപ്തമാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. കൺസർവേഷൻ ഇഷ്യൂസ് ഓഫ് വെസ്റ്റേൺ ഗാഡ്സ്. ഗാഡ്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പർവ്വത നിരകൾ. അതിൽ എഴുതി കിടണം കേട്ടോ. നമ്മൾ കുറേ നാളുകളായി ഇപ്പോൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം പ്രധാനമായിട്ടും വയനാട്, ഇടുക്കി മേഖലകൾ, പിന്നെ നമ്മുടെ കോട്ടയത്തിലൊക്കെ ഉണ്ട്. ഈ മേഖലകളിൽ ഇടുക്കിയാണ് ഏറ്റവും പ്രശ്നമുള്ളത്. എന്താണ്? പുതിയ കൺസ്ട്രക്ഷൻ അനുവദിക്കില്ല, ലാൻഡ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലാൻഡ് ഫില്ലിങ് നടക്കത്തില്ല, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഇതിനകത്ത് ഉള്ളൊരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയുള്ള ഇതുപോലെ എന്താണെന്ന് ചോദിച്ചാൽ വെസ്റ്റേൺ ഗാഡ്സ്, കൺസർവേഷൻ ഇഷ്യൂസ് വെസ്റ്റേൺ ഗാഡ്സ്. അതായത്
കുറേ നാളായിട്ട് നമ്മളുള്ള നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള പച്ചപ്പുകൾ എന്താണ് കുറേ നാളായിട്ട് ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കോസിസ്റ്റം ഇൻ ഇന്ത്യ വെസ്റ്റേൺ ഗാർഡ്സ് ഈസ് the Western Ghats is severely threatened due to the increasing human settlement, mining, pollution and the drop in genetic diversity. അതായത് കൂടുതലായി വരുന്ന പാർപ്പിടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, അർബനൈസേഷൻ, പിന്നെയുള്ളത് മൈനിങ് അല്ലേ, ഈ ഖനനം തുടങ്ങിയ ഇത് പാർപ്പിടം അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരുന്നതിലൂടെയാണ് ഒത്തിരി പുതിയ പുതിയ നീക്കങ്ങൾ നടക്കുന്നതിലൂടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതായിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് the rise in human settlement can lead to over exploitation of forest products through activities such as ലൈഫ് സ്റ്റോക്ക് ഗ്രാസിങ് എന്ന് പറഞ്ഞാൽ, ഗ്രാസിങ് എന്ന് പറഞ്ഞാൽ കാലി മേച്ചിൽ എന്ന് പറയുന്നത്. അതായത് കൂടുതലായി ഉയർന്നു വരുന്ന ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് എന്തിലേക്ക് നീങ്ങുന്നതാണ് എന്നത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അമിത ചൂഷണത്തിലേക്ക് നീങ്ങുന്നു. ഫോറസ്റ്റ് പ്രോഡക്ട്സ് ത്രൂ ആക്ടിവിറ്റീസ് സച്ച് ആസ് ലൈഫ് സ്റ്റോക്ക് ഗ്രാസിങ് എന്ന് പറയുന്നത്. ഈ ലൈഫ് സ്റ്റോക്ക് ഗ്രാസിങ് എന്ന് പറയുന്ന അർത്ഥം എന്താണ് പറയുന്നത്, ഈ ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ, ആടുമാടുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ബഫല്ലോ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ദി മൈനിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എസ്പെഷ്യലി iron ore mining that have greatly contributed to damaging the ecological balance by destroying the farms, polluting rivers and damaging the topsoil. Pollution is also playing its part with high mercury level in the water and active chemicals from tea and coffee plantations going unchecked. Okay. കൺസർവേഷൻ ഇഷ്യൂസ് ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ നിർബന്ധമായും എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന പ്രകൃതിയുടെ സംരക്ഷണത്തിന് മുൻതൂക്കം കൊടുക്കണം. മൂന്നാമത്തെ പാരഗ്രാഫിൻ്റെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഹാവ് മെനി യുണീക്ക് ഹാബിറ്റ്സ് വിച്ച് ഫോം എ വെറൈറ്റി ഓഫ് എൻഡമിക് സ്പീഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. ആ വേർഡ് പഠിച്ചു വെച്ചോളൂ. ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്നതും ഈ സസ്യജാലങ്ങൾ, പിന്നെ എന്താണ് മൃഗങ്ങളെയാണ് എന്ന് പറയുന്ന ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡമിക് എന്ന് പറയുന്നത് ENDEMIC, എൻഡമിക് എന്ന് പറഞ്ഞാൽ പ്രത്യേക നാട്ടിൽ പതിവായി കണ്ടുവരുന്ന ചില ഐറ്റംസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ നീലക്കുറിഞ്ഞി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊരു പ്രത്യേക നാട്ടിൽ മാത്രം പ്രത്യേക കാലാവസ്ഥയിൽ വരുന്നതാണ്. അതൊക്കെയാണുള്ളത്. പിന്നെ ഇത് പറയുന്നത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടാണ് വന്നത് വെസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ചുള്ള. അത് കഴിഞ്ഞ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് കഴിഞ്ഞിട്ടാണ് എന്ത് വന്നത്, ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നോക്കാം. Gadgil Commission, an environmental research commission, is named after its chairman Madhav Gadgil. The commission is formally known as a Western Ghats Ecology Expert Panel, WGEEP. പഠിച്ചോളാം കേട്ടോ. അതായത് ഇതൊരു എൻവയോൺമെൻറ്റൽ റിസർച്ച് കമ്മീഷൻ ആയിരുന്നു. അത് ആ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് മാധവ് ഗാഡ്ഗിലായിരുന്നു. അതുകൊണ്ടാണ് മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ എന്ന് അതിനെ പറയാനായിട്ട്, അല്ലെങ്കിൽ കമ്മിറ്റി എന്ന് പറയാനായിട്ട് കാര്യം പറയുന്നത്. 2011 ഓഗസ്റ്റ് മാസം 31 ഗാഡ്ഗിൽ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തത്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ഇതെല്ലാം എന്തൊക്കെയായിരുന്നു അപ്പുറത്തെ പേജിൽ കൊടുത്തേക്ക് നോക്കുക. ഒന്ന്, വെസ്റ്റേൺ ഗാർഡ് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ, WGEEP. അത് എക്സ്പ്ലനേഷൻ പഠിച്ചോളൂ കേട്ടോ. വെസ്റ്റേൺ ഗാർഡ്സ് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ designated the entire hill range as an ecologically sensitive area, ESI പഠിക്കുക. അതായത് പ്രകൃതിയിൽ ലോല പ്രദേശങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഇക്കോളജിക്കലി സെൻസിറ്റീവായിട്ടുള്ള ഏരിയകളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സ്ഥലങ്ങളിലെ പ്രദേശങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് റെക്കമെൻഡേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഭൂപടം വരച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇക്കോളജിക്കലി സെൻസിറ്റീവായിട്ട് ഏതൊക്കെ മേഖലകളാണ് ഉള്ളതെന്നുള്ളത്. 2, ദ പാനൽ ഈസ് ഇൻ റിപ്പോർട്ട് ഹാസ് ക്ലാസിഫൈഡ് ദ 142 താലൂക്സ് ഇൻ ദി വെസ്റ്റേൺ ഗാർഡ് ബൗണ്ടറി ഇൻറ്റു ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 1, 2, 3. സോൺ നമ്പർ ഏത് ഏറ്റവും പ്രശ്നമുള്ളത് 1, അടുത്തിൽ പ്രശ്നമുള്ളത് 2, അതിൽ പ്രശ്നമുള്ളത് ഇങ്ങനെയുള്ള ESZ എക്കോളജിക്കലി സെൻസിറ്റീവ് സോണുകളായിട്ട് ഇതേ കമ്മിറ്റിയിൽ 142 താലൂക്കുകളെ തിരിച്ചിട്ടുണ്ട്. അതിലൊക്കെ നമ്മുടെ താലൂക്കുകൾ വരുന്നതാണ്. ഓക്കെ. ആൻഡ് ESZ1 ബീങ് ഓഫ് ഹൈ
priority. Almost all development activities, mining, thermal power plants, etc. were restricted in India. അപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ എന്താണ് മൈനിങ് പറ്റില്ല. പിന്നെ എന്താണ് പറയുന്നത്, കൺസ്ട്രക്ഷൻ വലിയ ഹെവി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ പറ്റത്തില്ല, തെർമൽ പവർ പ്ലാന്റ്സ് ഒന്നും പറ്റത്തില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്ന് വേറെ സത്യം, പക്ഷെ എന്നാലും ഇതൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ട് റെക്കമെൻഡ് ദാറ്റ് നോ ന്യൂ ഡാംസ് ബേസ്ഡ് ഓൺ ലാർജ് സ്കെയിൽ സ്റ്റോറേജ് ഓഫ് പെർമിറ്റഡ് ഇൻ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ. പഠിച്ചോളാം കേട്ടോ. നോ ന്യൂ ഡാംസ്, പുതിയ ഡാമുകളൊന്നും പാടില്ല. പിന്നെ പറയുന്നതാണ് ഇറ്റ് റിപ്പോർട്ട് സ്പെസിഫൈസ് ദാറ്റ് പ്രസൻറ്റ് സിസ്റ്റം ഓഫ് ഗവേണൻസ് ഓഫ് ദി എൻവയോൺമെൻറ്റ് ഷുഡ് ബി ചേഞ്ച്ഡ്. കമ്മീഷൻ റെക്കമെൻഡഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി വെസ്റ്റേൺ ഗവൺമെൻറ് എക്കോളജിക്കലി അതോറിറ്റി ആസ് എ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ആൻഡ് ഫോറസ്റ്റ്. ക്രിറ്റിസിസം നിങ്ങൾ വായിച്ച് പഠിച്ചോളുക. പിന്നെയുള്ള നമുക്ക് കസ്തൂരിരംഗൻ റിപ്പോർട്ടാണ് അടുത്ത് നോക്കേണ്ടത്. പേജ് നമ്പർ 5.40. കസ്തൂരിരംഗൻ കമ്മിറ്റി ഓൺ ദ വെസ്റ്റേൺ ഗാർഡ്. ദ കസ്തൂരിരംഗൻ കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു എക്സാമിൻ ദി Gadgil report. Okay, the committee is often called HLWEG. HLWG, it denotes the 10-member high-level working group എന്നാണ് HLGP എന്ന് പറയുന്നത്. ഇതിൻ്റെ ടീം ലീഡർ ആരായിരുന്നു, ഇതിനെ ഹെഡ് ചെയ്തത് ആരാണെന്ന് വെച്ചാൽ ഇതാണ് കസ്തൂരിരംഗൻ എന്ന വ്യക്തിൻ്റെതായിരുന്നു. അതിൻ്റെ റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ റെക്കമെൻഡേഷനിൽ പറഞ്ഞിരിക്കുന്നതാണ് 37%, അതായത് 60,000 സ്ക്വയർ കിലോമീറ്ററാണ് ടോട്ടൽ ഏരിയയിലെ ESIയുടെ കീഴിൽ വരുന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ ഇത് പ്രകാരം. പിന്നെ പറഞ്ഞതാണ് ദി ഹാർട്ട് സൈഡ് 123 വില്ലേജസ് ഫോൾ അണ്ടർ ദ ESI പർവ്യൂ. ഇതിൻ്റെ പരിധിയിൽ വരുന്ന 123 വില്ലേജസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് ബാക്കിയുള്ള അതിൻ്റെ അകത്ത് കണ്ടതിൻ്റെ അകത്ത് എത്രയാണ്, 142 താലൂക്കുകളായിരുന്നു. ഇതിൽ 123 വില്ലേജസാണ് പറയുന്നത്. എ കംപ്ലീറ്റ് ബാൻ ഓൺ മൈനിങ്, ക്വാറിങ് ആൻഡ് സാൻഡ് മൈനിങ് ഇൻ ESI. അത് പറയുന്നുണ്ട്. മണൽ ഖനനം പോലും പറ്റത്തില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞാൽ റെഡ് ഇൻഡസ്ട്രീസ് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് വിച്ച് ആർ ഹൈലി പൊല്യൂട്ടിങ് ദി സ്ട്രിക്ട്ലി ബാൻഡ് ഇൻ ദീസ് ഏരിയാസ്. അതായത് ഏറ്റവും കൂടുതൽ തടയുന്ന ഇതെന്ന് പറയുന്നത് റെഡ് ഇൻഡസ്ട്രി എന്ന ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ പുറത്തേക്ക് വരുന്ന ഏരിയകളെയാണ്. അതിനെയാണ് റെഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ക്രിറ്റിസിസം നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. ഏറെക്കുറെ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റൊക്കെ കൊണ്ടുവരുന്നത്. നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.